നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരത്തെ നേമം. ഒരിക്കൽ പൂട്ടിയ അക്കൗണ്ട് ബി.ജെ.പി. അവിടെ തുറക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കിയാണ് പോരാട്ടം കടുപ്പിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ ഏറ്റവും പ്രമുഖനായ മന്ത്രി വി ശിവൻകുട്ടി മറ്റുവശത്ത്. മുൻ എം.എൽ.എയും തിരുവനന്തപുരത്തിന്റെ മനസ്സറിയുന്ന നേതാവുമായ ശബരിനാഥനെ തന്നെ ഇറക്കാനുള്ള നീക്കം കോൺഗ്രസ് അണിയറകളിൽ നടക്കുന്നുണ്ട്. ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികൾ ഇറങ്ങുന്ന നേമത്തെ ത്രികോണ പോരിൽ മുന്നിലെത്താൻ ശബരിനാഥനാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നേമത്ത് ഇനിയൊരു താമര വിരിക്കാതിരിക്കാൻ ശബരിനാഥന്റെ കരുത്ത് തുണയാകുമോ? ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും സനീറ്റ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ ഏറെ ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം നേമം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ കെ.എസ്. ശബരിനാഥാകും യു.ഡി.എഫ്. സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ ശബരിനാഥ് മത്സരിച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുമോ? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. നല്ല കാര്യമാണ്, ശബരിനാഥ് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവർക്ക് നേമത്ത് ഒരു സീറ്റ് പോലും ഇല്ലല്ലോ, ഒരു വാർഡ് പോലും കോൺഗ്രസിനില്ലല്ലോ, ഒരു വാർഡ് പോലും ഇല്ല. എല്ലാ വാർഡിലും 800-900 വോട്ടല്ലേ അവർക്കുള്ളൂ. 1000 വോട്ട് കിട്ടുന്ന വാർഡ് പോലും നേമത്ത് കുറവാണ്. എല്ലാം 3 ശക്തർ തന്നെയാണ്, 3 പാർട്ടിക്കാരും ശക്തർ തന്നെ നിൽക്കുന്നത്. അതുള്ള വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കൂടുതലും ശബരിനാഥ് നിൽക്കുന്നുണ്ട്. ശബരിനാഥ് ജയിച്ചിരിക്കും. നമ്മൾ മത്സ്യത്തൊഴിലാളികൾ കിടന്ന് കഷ്ടം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഗ്യാസ് ഇല്ലാതെ കിടന്ന് അലയുന്നു. ഒരു ചായ വെള്ളം കുടിക്കാൻ നിവർത്തിയില്ല. ഇപ്പം എന്തേ ഇപ്പം ആര് ജയിച്ചാലും ആര് ഭരിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മുടെ ജീവിതം പോകുള്ളൂ. വോട്ടാണ് അവരങ്ങ് ജയിക്കും, അത്രയേ ഉള്ളൂ. അയാൾ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ജയിക്കോട്ടേ ഉള്ളൂ. ശിവൻകുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ശിവൻകുട്ടി കിട്ടും. രാജീവ് ചന്ദ്ര ചെയ്ത് അയാൾക്ക് കിട്ടും. മനസ്സിലായില്ല, ആരും നമുക്ക് പ്രവചിക്കാനൊക്കില്ലല്ലോ നേരത്തെ. ജയിക്കുന്നതാരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും അങ്ങനത്തെ ട്രെൻഡാണ്. വോട്ട് കുറേ പിടിക്കും. ഇന്ന് ജയിക്കാൻ ശിവൻകുട്ടിക്കാണ് ചാൻസ് കൂടുതൽ. എനിക്ക് ശിവൻകുട്ടി സാറ് ജയിക്കണമെന്നാണ്. അദ്ദേഹം തന്നെ വീണ്ടും വരണമെന്നാണ് ആഗ്രഹം. ഒരു ഗുണം ഉണ്ടാവില്ല. മുരളീധരൻ നിന്നിട്ടേ ജയിച്ചില്ല. പിന്നെ എങ്ങനെയാ ശബരിനാഥ്? രക്ഷയില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ശബരിനാഥ് ജയിക്കും. നേമത്തെ സംഘടനാ രീതി വെച്ച് നോക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം വളരെ കൂടുതലുണ്ടെങ്കിൽ ശബരിനാഥ് ജയിക്കും. ചാൻസ് ശിവൻകുട്ടി സാധനാണ് ചാൻസ് എന്നാണ് തോന്നുന്നത്. ശിവൻകുട്ടി സാധനം ജയിക്കും. കാരണം ഇപ്പം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ പുള്ളി ജയിക്കാനാണ് ചാൻസ്. ത്രികോണ മത്സരം തന്നെയായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കാരണം വെച്ചാൽ മേൽക്കൈ 3 പാർട്ടികൾക്കും അവരുടെ വ്യക്തമായ വേരോട്ടമുള്ള സ്ഥലം തന്നെയാണ് നേമം. വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ശബരിനാഥും രാജീവ് ചന്ദ്രശേഖറും വേണ്ടത്ര വോട്ട് നേടുമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം. എന്തായാലും നേമത്ത് ഒരു ത്രികോണ മത്സരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ റിബിനോടൊപ്പം സനീറ്റ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.